ആരോഗ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളൊക്കെ നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. പഠിച്ചവനോട് നമ്മൾ ദ്വാരക്കാറില്ലേ, അല്ലാഹുമ്മ ജഅൽ നിഅമതന ദാഇമ എന്ന്. അള്ളാഹുവെ, എനിക്ക് നീ നൽകിയ നിഅമത്തുകൾ നീ അത് നിലനിർത്തി തരണമേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ പ്രാർത്ഥനകൾക്കും അതിൻ്റെ കൂടെ പ്രവർത്തനങ്ങൾ കൂടി വേണമെന്നാണല്ലോ പൊതുവെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹു ആഫിയത്ത്, നല്ല ആരോഗ്യം നമുക്ക് നൽകിയിട്ടുണ്ട് പഠിച്ചവന്. ആ നിഅമത്ത് നമ്മൾ നിലനിർത്താൻ വേണ്ടിയാണ് പഠിച്ചവനോട് ചോദിക്കുന്നത്. പക്ഷേ നമ്മളെ ഭാഗത്തുനിന്നും അതിന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണമല്ലോ. പഠിച്ചവനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മളുടെ ആഫിയത്തും നമ്മുടെ ആരോഗ്യവും നിലനിർത്താൻ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ജീവിത ശൈലിയും ഇന്നത്തെ ഭക്ഷണ രീതികളും ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വ്യായാമമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും വ്യായാമം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ കൂടിയാണ്. കാരണം പഠിച്ചവൻ തന്ന ആ നിഅമത്തിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണല്ലോ. മാത്രമല്ല, നമുക്ക് അള്ളാഹു വ്യായാമം ചെയ്യാനുള്ള തൗഫീഖും വ്യായാമം ചെയ്യാനുള്ള കരുത്തും ഒക്കെ നൽകുമ്പം തന്നെ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവരായി തീരും. അപ്പോൾ സത്യവിശ്വാസികൾ എപ്പോഴും അള്ളാഹു അവർക്ക് നൽകിയ നിഅമത്തുകൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. അത് നശിപ്പിച്ച് കളയരുത്, അശ്രദ്ധ കൊണ്ട് അത് നശിപ്പിച്ച് കളയരുത്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ വ്യായാമത്തിൽ അത് ശ്രദ്ധിക്കണം. അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണത്. നമുക്കറിയാം, ആവശ്യമില്ലാതെ നമ്മൾ ഒരുപാട് പൈസ മരുന്ന് മാഫിയ കമ്പനികൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ കൊള്ള സംഘമാണ് മരുന്ന് മാഫിയകളും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഒക്കെ. അനാവശ്യമായി നമ്മളുടെ മരുന്നുകൾ നമ്മളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുകയാണ് അവർ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാതെ ജീവിതത്തിൽ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊരു നന്മയാണ്. അപ്പോൾ ഈ നന്മ നിലനിർത്താൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. പഠിച്ചവൻ നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും